ഉദ്ഘാടനങ്ങളും മറ്റു പരിപാടികളും സോഷ്യൽ മീഡിയ പോലും കവർ ചെയ്തു തുടങ്ങിയ കാലഘട്ടമാണ് ഇത്. പലപ്പോഴും സിനിമാ താരങ്ങൾ തന്നെയാണ് ഈ പരിപാടികളിൽ കൂടുതലായി എത്താറുള്ളത്. അവിടെ സോഷ്യൽ മീഡിയയിലൂടെ തത്സമയം വീഡിയോകൾ പങ്കുവയ്ക്കുകയും ഓൺലൈൻ ചാനലുകൾ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് പതിവാണ്. അത് പക്ഷേ ചില വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നതും നാം കണ്ടതാണ്. സിനിമ, സീരിയൽ മേഖലകളിൽ തിളങ്ങിയവരും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളും ഒക്കെ ഇത്തരത്തിൽ പരിപാടികളുടെ ഭാഗമാവാറുണ്ട്. അവർക്ക് ഒക്കെ ധാരാളം വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിൽ ധാരാളം പേർ വിമർശിച്ചിരുന്ന വ്യക്തിയായിരുന്നു മഞ്ജു പത്രോസ്. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ഭാഗമായി പോയിടത്തു നിന്നാണ് മഞ്ജു പത്രോസിന്റെ വീഴ്ചയുടെ തുടക്കം. അതിനെക്കുറിച്ച് ചിലപ്പോൾ സംസാരിക്കുകയാണ് സംവിധായകൻ കൂടിയായ ആലപ്പി അഷ്റഫ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടും തളരാതെ പിടിച്ചുനിന്ന വ്യക്തിയാണ് മഞ്ജു പത്രോസ് എന്ന് പറയുകയാണ് അദ്ദേഹം. ഒരു ഘട്ടത്തിൽ അവർക്ക് ജീവനൊടുക്കാൻ വരെ തോന്നിയെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു. രേണുസുധിക്ക് ഉണ്ടായ ഒരു അനുഭവം ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. അതുപോലെ പഴികേൾക്കുന്ന മറ്റൊരാളാണ് രേണുസുധി. ദുബായിലെ ഒരു ഫാമിലി ബാർ ഹോട്ടലിന്റെ ക്ഷണം സ്വീകരിച്ച് അവർ അവിടെ എത്തിയിരുന്നു. എനിക്ക് ആവും വിധം എനിക്ക് അറിയാവുന്ന തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിൽ എന്താണ് കുഴപ്പം? അതിന്റെ പേരിൽ എന്റെ പുറകെ നടന്ന് ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ടോ? സ്ഫടികത്തിലെ സിൽക്കിനെ പോലെ ഡാൻസ് ചെയ്ത് വഴിയിൽ കിടന്നപ്പോൾ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെയുള്ള ക്രൂരമായ ആക്ഷേപങ്ങൾ അവർ നേരിട്ടു.